നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ കരാറിലേക്ക് ഹമാസിനെയും ഇസ്രായേലിനെയും കൊണ്ടുവരാൻ വലിയ രീതിയിലുള്ള ശ്രമങ്ങളാണ് പലരും നടത്തിയത്. അത് ഏതാണ്ട് വിജയകരമാകാൻ പോകുകയാണ്. വെടിനിർത്തൽ കരാറിലേക്ക് ഇരുവരും എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതിനിടയിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്ന ഇസ്രായേലിനെ വിമർശിച്ച് ഇസ്രായേൽ മന്ത്രി രംഗത്ത് വന്നിരിക്കുന്നു. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഇസ്രായേൽ ധനമന്ത്രിയും തീവ്ര വലതുപക്ഷക്കാരനുമായ ബസാലെൽ സ്മോട്രിച്ച് ആണ്. അമേരിക്ക തയ്യാറാക്കിയ വെടിനിർത്തൽ കരാർ ഇതിന്റെ തുടർ ചർച്ച നടക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു വിമർശനം ഇസ്രായേൽ ധനമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. ഹമാസുമായുള്ള ഏതൊരു കരാറും ഇസ്രായേലിന് തോൽവിയും അപമാനവുമായിരിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇസ്രായേൽ പാർലമെന്റിലെ ചർച്ചയ്ക്കിടെയാണ് ഇത്തരത്തിലൊരു വിമർശനം മന്ത്രി ഉന്നയിച്ചത്. ഞങ്ങൾ ഹമാസിന് കീഴടങ്ങുന്ന കരാറിന്റെ ഭാഗമാകില്ലെന്നും ഈ കരാർ ഇസ്രായേലിന് തോൽവിയും അപമാനവുമാണെന്നും യഹിയ സിൻവാറിന്റെ വിജയമായിരിക്കും ഈ കരാറെന്നും ധനമന്ത്രി പറഞ്ഞു. ഈ കരാറിൽ ഉൾപ്പെടാത്ത 90 ബന്ദികളെ കൊലപ്പെടുത്താൻ അത് വഴിയൊരുക്കുമെന്നും സ്മോട്രിച്ച് ആരോപിക്കുകയുണ്ടായി. ആയിരങ്ങൾ കൊല്ലപ്പെടുന്ന അടുത്ത കൂട്ടക്കൊലയ്ക്കും കരാർ ഇടയാക്കുമെന്നും ധനമന്ത്രി വിമർശിച്ചു. കഴിഞ്ഞ ദിവസം ഹമാസും ഇസ്രായേലും മധ്യസ്ഥർ മുഖേന വെടിനിർത്തൽ കരാറിന്റെ പ്രാരംഭ ചർച്ച നടന്നിരുന്നു. ഇതിന്റെ തുടർ ചർച്ച ഈജിപ്തിലെ കെയ്റോയിലാണ് നടക്കുക. ഇതിനായി ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബെറ്റിന്റെ തലവൻ കെയ്റോയിലേക്ക് പോകാനിരിക്കവെയാണ് ധനമന്ത്രിയുടെ ഈ ഒരു പരാമർശവും വിമർശനവും വന്നിരിക്കുന്നത്. ഇസ്രായേൽ ആദ്യ സമയമൊക്കെ സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും എന്നാൽ മാത്രമേ വെടിനിർത്തൽ ചർച്ചകൾക്ക് സന്നദ്ധമാകൂ എന്നുമുള്ള നിലപാടിൽ നിന്ന് ഹമാസ് അയവ് വരുത്തി. ഹമാസിന്റെ ആദ്യത്തെ നിലപാടെന്ന് പറയുന്നത് ഇസ്രായേൽ ആദ്യഘട്ടത്തിൽ തന്നെ സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും എന്നാൽ മാത്രമേ വെടിനിർത്തൽ ചർച്ചകൾക്ക് സന്നദ്ധമാകൂ എന്നുമായിരുന്നു ഹമാസിന്റെ ആദ്യത്തെ നിലപാട്. എന്നാൽ ആ ഒരു നിലപാടിൽ ഹമാസ് ചെറിയ രീതിയിലുള്ള അയവുകൾ വരുത്തിയിരുന്നു. ആദ്യഘട്ടമായ 6 ആഴ്ച ഏതാനും ബന്ദികളെ വിട്ടയക്കുമെന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത്. സ്ത്രീകളെയും മുതിർന്നവരെയും കുട്ടികളെയും പരിക്കേറ്റവരെയുമാണ് മോചിപ്പിക്കുക. പകരം 100 കണക്കിന് ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലും കൈമാറും. ഈ സാഹചര്യത്തിൽ ഗാസയിലെ പട്ടണങ്ങളിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറും. മാത്രമല്ല പലായനം ചെയ്തവരെ ഉത്തര ഗാസയിലേക്ക് തിരിച്ചു വരാനും അനുവദിക്കും. ഇക്കാലയളവിൽ തുടർ വെടിനിർത്തൽ ചർച്ചകൾ നടത്താനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ചർച്ച വിജയിക്കുകയാണെങ്കിൽ 2ാം ഘട്ടത്തിൽ സൈനികരും സാധാരണക്കാരുമായ ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കും. പകരം കൂടുതൽ ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കും. 3ാം ഘട്ടം എത്തുമ്പോൾ ബന്ദികളുടെ മൃതദേഹങ്ങളും സൈനികരടക്കം അവശേഷിക്കുന്ന ബന്ദികളെയും തിരികെ കൊണ്ടുവരികയും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഗാസ പുനർനിർമ്മാണ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും. ഇത്തരത്തിലാണ് പദ്ധതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫലസ്തീനെതിരായ ആക്രമണം പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന ഇസ്രായേലിന്റെ ഉറപ്പ് അത് രേഖാമൂലം നൽകണം എന്നൊരു ആവശ്യം കൂടി ഹമാസ് ഉന്നയിച്ചിട്ടുണ്ട്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ കടുപ്പിച്ചു നിൽക്കുകയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പക്ഷേ വെടിനിർത്തൽ കരാർ അതിലേക്ക് വരിക എന്നൊരു തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും അടക്കമുള്ളവർ. ആ വെടിനിർത്തൽ കരാർ ഏതാണ്ട് ഒരു വിജയകരമാകാൻ പോകുന്നു. ഹമാസും അയവ് വരുത്തിയിരിക്കുന്നു, ഇസ്രായേലും വഴങ്ങുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിനിടയിലാണ് ഇസ്രായേൽ ധനമന്ത്രിയുടെ വിമർശനം കൂടി വന്നിരിക്കുന്നത്. ഇസ്രായേൽ ധനമന്ത്രിയുടെ വിമർശനം, അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ നിന്നും ഇസ്രായേലിനെ വിലക്കുമോ എന്നതൊക്കെ ഒരു ചോദ്യചിഹ്നമായി ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.